Question number 8. Water flow in a horizontal pipe. One end is closed with a valve. The reading of pressure gauge attached to the pipe is P1. The reading of pressure gauge falls into P2 when the valve is opened. The speed of water flowing in the pipe is proportional to. See, നമുക്ക് ബെർണോളിസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യണം. കാരണം പ്രഷർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. വാൾവ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് P1 ആണ്, വാൾവ് ഓപ്പൺ ചെയ്തതിന് ശേഷം P2 ആണ്. അപ്പോൾ വാൾവ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ അത് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നില്ല, അവിടെ സ്റ്റാറ്റിക് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനീഷ്യലി ഹൊറിസോണ്ടൽ പൈപ്പ് ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജിയുടെ ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ P1 P പ്ലസ് H റോ G പ്ലസ് ഹാഫ് റോ V സ്ക്വയർ ഈസ് എ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞ ഇക്വേഷനിൽ ഹാഫ് H റോ G ആവശ്യമില്ല, കാരണം H റോ G ചേഞ്ച് ചെയ്യുന്നില്ല. H റോ G കോൺസ്റ്റൻ്റ് ആണ്, ബിക്കോസ് ഹൊറിസോണ്ടൽ പൈപ്പാണ്, സെയിം ഹൊറിസോണ്ടൽ ലെവലാണ്. അപ്പോൾ P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ ഈസ് ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ. ഇനീഷ്യലി പൈപ്പ് ക്ലോസ്ഡ് ആണ്, പൈപ്പിൻ്റെ വാൾവ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ പൈപ്പിൻ്റെ ഉള്ളിൽ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യില്ല, വാട്ടർ ഫ്ലോ ചെയ്യില്ല. അപ്പോൾ വെലോസിറ്റി 0 ആയതുകൊണ്ട് ഈ ടേം 0, V1 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ P1 ഇസ് ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ. അപ്പോൾ P2 എങ്ങോട്ട് കൊണ്ടുവന്നാൽ P1 മൈനസ് P2 ഈസ് ഈക്വൽ ടു ഹാഫ് റോ V2 സ്ക്വയർ. അപ്പോൾ V2 ഈസ് പ്രൊപ്പോർഷണൽ ടു, ഇവിടെ P1 V2 square is proportional to P1 minus P2. So V2 is proportional to root P1 minus P2. That is option 1 is the right answer.